തേങ്ങാക്കൊത്തിൽ നമ്മൾ കുറച്ചൊന്ന് വഴഞ്ഞ് ഒക്കെ ഇട്ടത് ഒരു ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മമ്മയുടെ വീട്ടിലെ നാടൻ കോഴിക്കറിയാണ്. നാടൻ കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരും. കോഴിയിൽ കഴുകി വൃത്തിയാക്കിയുണ്ട്. ഇനി നമ്മളിതിനെ മുട്ടാൻ പോകും. ഇറച്ചിയിലേക്കുള്ള മസാല തിരുമ്പാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ 3.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇറച്ചിയിൽ തിരുമ്പി വയ്ക്കും മസാല പിടിക്കാനായിട്ട്. നമ്മൾ ചൂടാക്കി എടുത്ത എല്ലാ മസാലപ്പൊടികളും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇലയും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്പി ഒരു മണിക്കൂർ മാക്സിമം വെക്കുക. സമയം ഇല്ലാത്തവർ ഒരു അരമണിക്കൂർ വെച്ചാലും മതി. ഇത് നമ്മുടെ നല്ല നാടൻ കോഴിയാണ്, ബോയിലർ കോഴിയല്ല. അപ്പോൾ ഇതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെയാണ്. നമ്മളിത് മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. ഇറച്ചി അവിടെ നമ്മൾ മസാല പിടിക്കാനായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് ആവശ്യമായിട്ട് ഒരു 4 സവോള, കുറച്ച് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത് എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്പി വെച്ചിരിക്കണം. വെളുത്തുള്ളി, ഇഞ്ചി അത് 2 ചതച്ചെടുത്തിരിക്കണം. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ വഴറ്റാനിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ആ തേങ്ങാക്കൊത്തും കൂടെ ഇതിലൊന്ന് വെച്ച് കുറച്ച് നേരം വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുവിധം ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്തും ഒരു അരമുറി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർക്ക് തക്കാളി ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി. നമ്മൾ മസാല പിടിക്കാനായിട്ട് തിരിഞ്ഞു വെച്ച ചിക്കനിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ടത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. നമ്മളെല്ലാം കൂടെ ഇട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ചധികം വേവ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറി ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ായിട്ട് നമ്മൾ കറിയിലേക്ക് ഇടാനായിട്ട് കുരുമുളകും പെരിഞ്ചീരവും കൂടി വറുത്ത് പൊടിച്ച് അരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മിയിൽ പൊടിച്ചെടുത്ത ആ കുരുമുളകും പെരിഞ്ചീരവും കൂടെ അതിലേക്ക് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായി താളിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കറിയാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.